ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ കുറേ ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. ഞാനൊരു 15 ഡേയ്സിൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ അത് എന്താ സംഭവിച്ച റിസൾട്ട് എന്താണെന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഗ്ലിംസ് തരാമെന്ന് വിചാരിച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുന്നത്, ഈ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പെട്ടെന്ന് വളച്ച് കെട്ടുന്നില്ല, ഞാൻ ആദ്യമേ തന്നെ പറയാണ്, ഞാനൊരു 15 ഡേയ്സ് ചാലഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ ഈ ചാലഞ്ചിൽ എനിക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായി. ഒന്നാമത് ഞാൻ വിചാരിച്ചു റൈസ് നിർത്തിയാൽ തടി കുറയുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓട്സ് മാത്രം കഴിച്ച തടി കുറയുമെന്ന്. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണുന്ന ഏവർക്കും സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു മല്ലു ഇൻ ബാംഗ്ലൂർ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെയിറ്റ് ലോസ് ചാലഞ്ച് എടുക്കാനുള്ള കാര്യം ഓവർ വെയിറ്റ് ആയിട്ടല്ല, എന്നാലും ഞാൻ ഇച്ചിരി ഉരുണ്ട് ഇരിക്കണ ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ട്രൈ. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, ലെറ്റ്സ് ട്രൈ. അപ്പോൾ അതേപോലെയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൈസ് നിർത്തി. ആദ്യമേ അതാണല്ലോ നമ്മുടെ ചിന്ത, അതാണല്ലോ. ആദ്യമേ റൈസ് നിർത്തി. പിന്നെ ഞാൻ ഫുൾ ടൈം ഓട്സ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ ഷോർട്സ് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഫുൾ ടൈം ഓട്സ് ആയിരുന്നു. രാവിലെ ഓട്സ്, പിന്നെ ചപ്പാത്തി, പിന്നെ ഫ്രൂട്ട്സ്. ഇത് മൂന്നും റിപ്പീറ്റഡ് ഫുഡ്സ് ആയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ അത് തെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ കാണുന്ന എല്ലാം സത്യമല്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാനിടുന്ന വീഡിയോസ് വരെ നിങ്ങൾ ട്രൈ ചെയ്താലേ നിങ്ങൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം സത്യമാണെന്ന്. അപ്പോൾ അതേപോലെയാണ് ഞാൻ ബാക്കി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് റൈസ് കംപ്ലീറ്റ് അവോയ്ഡ് ആക്കിയിട്ട് പിന്നെ ചപ്പാത്തിയും ഓട്സിലേക്ക് ഇറങ്ങിയ. പക്ഷെ ഞാൻ ഈ 15 ഡേയ്സ് കുറേ പട്ടിണിക്ക് ഇരുന്നു കേട്ടോ. അതായത് കുറേ വിശപ്പുണ്ടായി. എന്നാലും ഞാൻ രാവിലെ ഓട്സ്, പിന്നെ ഫ്രൂട്ട്സ്. ഒരു നേരം ഫ്രൂട്ട്സ് ആയിരുന്നു, ബനാനയും പപ്പായയാണ് ഞാൻ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരുന്നത്, ഫ്രൂട്ട്സ്. പിന്നെ രാത്രി ചപ്പാത്തി. 100% ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ് ഗൈസ്, ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ 15 ദിവസത്തിൽ ഒരു ഗുഡ് ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കിലോ കുറഞ്ഞു. അതും വളരെ നാച്ചുറലി ആണ്. പക്ഷെ ഈ നാച്ചുറൽ ആവാൻ വേണ്ടി ഞാൻ കുറേ പട്ടിണിക്കിരുന്നു ഗൈസ്. ഞാൻ വിശന്നിട്ടും ഒക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് എന്ന് ഞാൻ ലാസ്റ്റാണ് ഗൈസ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ ഇതേപോലെ ചെയ്തതിന് ശേഷം ഞാൻ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വന്നു. ഈ 15 ദിവസത്തിന് ശേഷം ഞാൻ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വന്നു. അപ്പം ഞാനിപ്പോൾ റൈസ് കഴിക്കുന്നുണ്ട്, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ 5 കിലോ കൂടിയുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫുഡ് ഇങ്ങനെ കട്ടാക്കരുത്. കട്ടാക്കിയിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ഓട്സ് ചപ്പാത്തിയായിട്ട് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കി വേണം നമ്മൾ ചെയ്യണം. അപ്പോൾ എനിക്കുള്ളൊരു അഡ്വൈസ് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അത് തന്നെ നമ്മൾ ഇച്ചിരി ഭാഗമായിട്ട് നമ്മൾ മുറിച്ച് മാറ്റുക. നമ്മുടെ കൺസെപ്ഷൻ കുറവാക്കുക. അതായത് നമ്മൾ കഴിക്കുന്നത് കുറവാക്കുക. അപ്പം നമ്മൾ 3 ടൈംസ് കഴിക്കുന്നത് 4 ടൈംസ് ആയിട്ട് മുറിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണവും നമുക്ക് നല്ലതാണ്. നമ്മുടെ വീട്ടിൽ അമ്മയും അപ്പനും ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണം ഇസ് ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യരുത്. കാരണം നമുക്ക് ചെയ്യാം, അതേപോലെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് പിന്നെയും വരുമ്പോൾ 3 ഇരട്ടി വെയിറ്റ് കൂടാം. അപ്പോൾ അതേപോലെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് കാണാം. ഷോർട്സിൽ കാണാൻ റിപ്പീറ്റഡ് ഫുഡ്സ് തന്നെയായിരുന്നു, റിപ്പീറ്റഡ് ഫുഡ്സ്. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യായിരുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കും 2 കിലോ നേരെ കുറഞ്ഞത്. 2 കിലോ കുറഞ്ഞതിൽ സന്തോഷം. പക്ഷെ ഞാനിപ്പോൾ ഒരു 10-15 ഡേയ്സ് ആയിട്ട് റൈസൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പോയി ചെക്ക് ചെയ്താൽ ചിലപ്പോൾ 5-6 കിലോ കൂടിയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് പ്ലാൻ എൻ്റെ സ്വന്തം പ്ലാനാണ്. ഞാൻ ആരെയും കണ്ട് ഒരു ഇൻഫ്ലുവൻസിനെയും കണ്ട് ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. കാരണം എനിക്ക് ചാവാൻ വയ്യ, എല്ലാ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതേപോലെ സ്വന്തം പ്ലാനായിട്ട് ഞാൻ വരുന്നുണ്ട്. അതൊരു 20-30 ഡേയ്സ് ചാലഞ്ച് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് ഞാൻ ഷോർട്സ് ആയിട്ട് മിക്കവാറും ഇടില്ല, ലോങ് വീഡിയോസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് കാണുമല്ലോ. കാരണം ഞാൻ വീട്ടിലൊക്കെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുള്ളൂ, പിന്നെ ആവശ്യത്തിന് എക്സസൈസ് കൂട്ടും. ഇങ്ങനെയൊക്കെ ഞാൻ ഒരു ചെറിയ പ്ലാനില്ലേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയ അപ്ഡേറ്റ് ഗൈസ്. ഞാൻ അതേപോലെ കഴിച്ചിട്ട് 2 കിലോ കുറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ പിന്നെയും കൂടാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫിറ്റ്നസ് ചാലഞ്ചായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് ഗൈസ്. 100% ഞാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ട്
ബോറടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കാം കേട്ടോ. ബെൽ ബട്ടൺ നെക്കിയതിനും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ആക്കിക്കോണം. വലിയ ചിലവൊന്നുമില്ലല്ലോ, നമ്മളും പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ പൊക്കോട്ടേനെ. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്താണ്, നമ്മുടെ ചാനലിൽ നമ്മൾ ബാംഗ്ലൂരിൻ്റെ അപ്ഡേറ്റ്സ് കുറേ ഇടും കേട്ടോ. ഞാൻ ബാംഗ്ലൂരിലാണ്, അപ്പോൾ ബാംഗ്ലൂരിലെ മാക്സിമം അപ്ഡേറ്റ്സ് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ പറ്റി ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ.